എല്ലാ സംസ്ഥാനത്തും ലോക്സഭാ സീറ്റിൽ 50% വർധനയെന്ന് വ്യക്തമാക്കിയതോടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയം എന്ന വാദം സർക്കാർ തന്നെ വിഴുങ്ങിയ അവസ്ഥയായി. വനിതാ സംവരണത്തെ മറയാക്കി മണ്ഡല പുനർനിർണയം ഉദ്ദേശിച്ച സർക്കാർ ഇപ്പോൾ 50% വർധനയെന്ന മറ്റൊരു മറ കൂടി സൃഷ്ടിക്കുകയാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് മണ്ഡല പുനർനിർണയമെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടി എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആദ്യ ആശങ്ക. അത് പരിഹരിക്കുന്നതാണ് 50% വർധനയെന്ന വാഗ്ദാനം. എന്നാൽ രാഷ്ട്രീയ നേട്ടം സാധ്യമാക്കും വിധം മണ്ഡലങ്ങളുടെ അതിരുകൾ മാറ്റിവരയ്ക്കുകയെന്നതാണ് യഥാർത്ഥ ലക്ഷ്യമെന്ന തിരിച്ചറിവാണ് എല്ലായിടത്തും വർധനയെന്ന വാഗ്ദാനക്കിടയിൽ വീഴാതിരിക്കാൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിക്കുന്നത്. സംസ്ഥാന പദവി പിൻവലിക്കപ്പെട്ടതിന് പിന്നാലെ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശമായി മാറിയ ജമ്മു കാശ്മീരിലും 2023 അസമിലും മണ്ഡല പുനഃക്രമീകരണം നടന്നു. ജമ്മു കാശ്മീരിലും അസമിലും അതിരുമാറ്റങ്ങളെ BJP അനുകൂലിച്ചു, മറ്റുള്ളവർ എതിർത്തു. ജനസംഖ്യയാണ് അടിസ്ഥാന പരിഗണനയെന്ന് പറഞ്ഞെങ്കിലും ജമ്മു കാശ്മീരിലും അസമിലും മറ്റു പരിഗണനകൾക്ക് പ്രാധാന്യം ലഭിച്ചെന്നാണ് പിന്നീട് വ്യക്തമായത്. മണ്ഡല പുനർനിർണയത്തിന് മുൻപ് ജമ്മുവിൽ 37 സീറ്റ്, കാശ്മീരിൽ 46 എന്നിങ്ങനെ മൊത്തം 83 നിയമസഭാ മണ്ഡലങ്ങൾ. പുനർനിർണയത്തിൽ ജമ്മുവിൽ 6, കാശ്മീരിൽ 1 എന്നിങ്ങനെ സീറ്റ് വർദ്ധിപ്പിച്ചു. 2024 തിരഞ്ഞെടുപ്പിൽ ജമ്മുവിലെ പുതിയ മണ്ഡലങ്ങളിൽ 5 BJP വിജയിച്ചു. ഇപ്പോൾ ലോക്സഭയുടെ പരിഗണനയിലുള്ള ബില്ലുകൾ പ്രകാരമാണെങ്കിൽ 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് പുനർനിർണയം. മണ്ഡലങ്ങൾ തമ്മിൽ ജനസംഖ്യാപരമായി വലിയ ഏറ്റക്കുറച്ചിലാണുള്ളതെന്നാണ് ബില്ലുകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ ഭാഗത്ത് പറയുന്നത്. എന്നാൽ എല്ലായിടത്തും 50% എന്ന തോതിൽ സീറ്റ് വർദ്ധിപ്പിച്ച് ഈ ഏറ്റക്കുറച്ചിൽ പരിഹരിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യം പ്രസക്തമാകുന്നു. സംവരണത്താൽ വനിതകൾക്ക് സീറ്റ് നൽകുന്നതിനാലുള്ള നഷ്ടം നികത്താൻ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള വർധന സഹായിക്കും. എണ്ണം കൂട്ടാൻ ഉൾപ്പെടെ അതിരുകൾ മാറ്റിവരയ്ക്കപ്പെടുമ്പോഴാണ് രാഷ്ട്രീയ സാമുദായിക ചിത്രം വ്യക്തമാവുക. കൂടുതൽ വാർത്തകൾ അറിയാൻ മനോരമ online.com സന്ദർശിക്കുക.